അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. ആ ബൈബിളിൽ പറയുന്ന ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുക. അത് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് കൂടെ, സൃഷ്ടാവിനോട് കൂടെ നിൽക്കുക. സൃഷ്ടാവിനോട് കൂടെ നിൽക്കാത്തവരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക. എന്നിട്ട് അവരോട് പറയുക, സൃഷ്ടാവിനോട് കൂടെ നിൽക്കുക. ശ്രദ്ധിച്ച്, എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കും? നിങ്ങൾക്കറിയാം, മോശ ദൈവത്തോടുകൂടെ പർവ്വതത്തിലാണ്. 40 ദിവസമായി മോശയെ കാണുന്നില്ല. താഴെ വേറെ ദേവദാസന്മാരുണ്ട്, അവരെ ലീഡ് ചെയ്യുന്നത് ഫറവോ, അവിടെ ലീഡ് ചെയ്യുന്നത് അഹ്റോനാ. അഹ്റോനോട് അവർ പറഞ്ഞു, ഈ മോശയ്ക്ക് എന്നാ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് എന്തായാലും ആരാധിക്കണം. ഞായറാഴ്ച ആരാധിക്കൊക്കെ ഇരിക്കാൻ വയ്യല്ലോ, ഞങ്ങൾക്ക് എന്തായാലും ആരാധിക്കണം. എന്തിനെങ്കിലും ഇവർക്ക് ആരാധിക്കാൻ ഇട്ട് കൊടുത്താൽ മതി, അതവിടെ കിടന്നോളൂ. അഹ്റോൻ പിന്നെയും ജനത്താൽ മൂവ് ചെയ്യുന്ന ദേവദാസനാ, മോശ ദൈവത്താൽ മൂവ് ചെയ്യുന്നവനും. അപ്പൊ അഹ്റോൻ പറഞ്ഞു, കാതലും കഴുത്തലുള്ളൊക്കെ കൊണ്ടുപോവാ, മിഷൻ മന്ത് എന്ന പോലെ അല്ല, ഇങ്ങ് കൊണ്ടുപോവാ. ഇവരെല്ലാം കാതലും കഴുത്തലൊക്കെ കൊടുത്തു. അത് പുള്ളിക്കാരൻ അത് ഇട്ട് ഇതാ ഒരു കാളക്കുട്ടി അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ജനത്തിനും സന്തോഷം, അഹ്റോനും സന്തോഷം, ഒരു കുഴപ്പമില്ല, സമാധാനം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനം ഈ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. എന്നിട്ട് കാളക്കുട്ടിക്ക് പേരിട്ടു യഹോവ, പേര് മാറ്റി. കാളക്കുട്ടി ഇപ്പൊ യഹോവയായി. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ ഇതാ. ഇതേപോലെയാണ് ഇന്ന് അനേക പിശാചിന്റെ സ്പിരിറ്റിന് ലോകം യേശു എന്ന് പേരിട്ടിരിക്കുന്നു. അനേക പിശാചിന്റെ സ്പിരിറ്റിന് ലോകം യേശു എന്ന് പേരിട്ടിരിക്കുന്നു. ഈ പാവം ജനത്തിന് അറിയോ ഇത് യേശു അല്ല എന്ന്? പക്ഷെ പൗലോസ് പറഞ്ഞു, ഇത് മറ്റൊരു യേശുവാ. ബൈബിളിലെ യേശു അല്ല, ഞാൻ പ്രസംഗിച്ച യേശു അല്ല, ഇത് മറ്റൊരു യേശുവാ. ഗ്ലോറി. ഈ പാവം ജനം ഇതാ ആ മറ്റൊരു യേശുവിന്റെ പുറകെ പോകുന്നു. ബൈബിളിൽ പറയുന്ന ഒരു റിസൾട്ടും ആ യേശുവിനില്ല, മറ്റൊരു യേശുവിന്റെ പുറകെ പോവുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥ യഹോവയെ അറിയുന്ന ദൈവദാസൻ പർവ്വതത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നത്. മോശ പർവ്വതത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരികയാണ്. ഉടനെ ഒരു വിളി ആരെ? കാളയായ യഹോവയെ ആരാധിക്കുന്ന ജനത്തിന്റെ ഇടയിൽ ഒരു വിളി വിളിക്കുക. ശ്രദ്ധിച്ചേ, ഇവരല്ല ഇപ്പൊ കാളയെ യഹോവയെ ആരാധിക്കുക. ആ കാളക്കുട്ടിക്ക് യഹോവ എന്ന് പേരിട്ടിരിക്കുന്നു. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ ഇതാ, ആരാധിക്കൂ. ബൈബിളിൽ എഴുതിക്കുന്ന കാര്യം പറയണേ, അനൗൺസ് ചെയ്യുക. കാളയായ യഹോവയെ ആരാധിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യഥാർത്ഥ യഹോവയെ അറിയുന്ന ദേവദാസൻ ഇറങ്ങി വന്നിട്ടൊരു വിളി വിളിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ. ഏത് യഹോവ? സ്വർഗത്തിലെ യഹോവ. ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യഹോവയുടെ പക്ഷത്തുള്ളവൻ വിട്ടുമാറുക എന്ന് പറഞ്ഞപ്പോ മെജോറിറ്റിയും വിട്ടുമാറിയില്ല. 11 ഗോത്രവും വിട്ടുമാറിയില്ല. അവരവിടെ തന്നെ സംഘടനാ ബലത്തിൽ നിന്നു. പക്ഷേ ഒരൊറ്റ ഗ്രൂപ്പ് മാത്രം വിട്ടുമാറി, ലേവ്യ ഗ്രൂപ്പ് മാത്രം വിട്ടുമാറി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ലേവ്യ ഗ്രൂപ്പ് മാത്രം വിട്ടുമാറി. അങ്ങനെ കുറച്ച് ലേവ്യ ഗ്രൂപ്പ് ദൈവത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടവര് ഈ പട്ടണത്തിൽ ഉണ്ട്. മോശ വന്ന് അനൗൺസ് ചെയ്യുന്നത് പോലെ യഹോവയുടെ പക്ഷത്തുള്ളവർ, സ്വർഗത്തിലെ യഹോവയുടെ പക്ഷത്തുള്ളവർ വിട്ടുമാറട്ടെ എന്ന് പറയുമ്പോ വിട്ടുമാറുന്ന ചിലരെ കർത്താവ് ഈ പട്ടണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അവർ കാളക്കുട്ടി യഹോവയെ വിട്ടു, അവർ ഒറിജിനൽ ആത്മാവാകുന്ന യഹോവയിലേക്ക് തിരിഞ്ഞു. ഇതേപോലെ ഇന്ന് ഇതാ പല സ്പിരിറ്റുകൾക്കും, പൈശാചിക സ്പിരിറ്റുകൾക്കും യേശു എന്ന് പേരിട്ട് സാത്താൻ പോലും മാലാഖയുടെ രൂപം അണിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോ അതേ രീതിയിൽ ദാ യേശുവിന്റെ ഒരു ഗുണവുമില്ലാത്ത കുറെ യേശുക്കൾ. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്ത്? അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, കള്ളക്രിസ്തുക്കളും
കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കുമെന്ന് കർത്താവ് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ ഇന്ന് ഇതാ പല സ്പിരിറ്റുകൾക്കും, പൈശാചിക സ്പിരിറ്റുകൾക്കും യേശു എന്ന് പേരിട്ട് സാത്താൻ പോലും മാലാഖയുടെ രൂപം അണിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോ അതേ രീതിയിൽ ഇതാ യേശുവിന്റെ ഒരു ഗുണവുമില്ലാത്ത കുറെ യേശുക്കൾ, ദൈവത്തിന്റെ യഹോവയുടെ ഒരു ഗുണവുമില്ലാത്ത ഒരു കാളക്കുട്ടി യഹോവ, ഗ്ലോറി. അതേപോലെ ഇതാ പിശാചിന്റെ സ്പിരിറ്റുകൾക്ക് യേശു എന്ന് പേരിട്ട് ആരാധിക്കുന്ന കബളിപ്പിക്കപ്പെട്ട വലിയൊരു സമൂഹം. ആ സമൂഹത്തിന്റെ നടുവിൽ വിളിച്ചു പറയുകയാണ്, യഥാർത്ഥ യേശു അന്നും ഇന്നും എന്ന് ഒറ്റ ദർശനമേ ഉള്ളൂ, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. കാലം തികഞ്ഞു, ദൈവത്തിന്റെ രാജ്യത്ത്, ദൈവത്തിന്റെ കിങ്ഡം ഭൂമിയെ സമീപിച്ചു. നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം ഭരണം നിനക്ക് തരുവാൻ നിന്റെ ദൈവം പ്രസാദിച്ചു. അതാണ് ഈ ബൈബിളിലെ സന്ദേശം. ഗ്ലോറി. ഈ സന്ദേശം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? യേശുവിനെ എളുപ്പം പറഞ്ഞു തരട്ടെ. സന്ദേശം കേട്ടാൽ നിങ്ങൾക്ക് അറിയാം യേശു ഒറിജിനലാണോ അല്ലേന്ന്. ശ്രദ്ധിച്ചേ, സുവിശേഷം കേട്ടാൽ അറിയാം യേശു ഒറിജിനൽ ആണോ അല്ലേന്ന്. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ യേശുവിനെ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. സന്ദേശം കേട്ടാൽ അറിയാം യേശു ഒറിജിനലാണോ അല്ലേന്ന്. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ബൈബിൾ തുറക്കണം. ബൈബിൾ തുറന്നിട്ട് അന്നത്തെ യേശു സുവിശേഷമായി എന്താ പറഞ്ഞെന്ന് നോക്കണം. ഗ്ലോറി. എന്നിട്ട് തുറന്ന് ഇന്നത്തെ യേശു എന്താണ് സുവിശേഷമായി പറയുന്നത് നോക്കണം. ശ്രദ്ധിച്ചേ, യഥാർത്ഥ യേശുവിനെ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. ബൈബിൾ തുറക്കണം. ആര് തുറക്കണം? ഷാജി ജോസഫിനെ തുറക്കാനല്ല പറഞ്ഞേ, വേറൊരു ദേവദാസനെ തുറക്കാനല്ല പറഞ്ഞേ, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ തുറക്കണം. എന്നിട്ട് അന്നത്തെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നപ്പോ അന്നത്തെ യേശു സുവിശേഷമായി എന്താണ് പ്രസംഗിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ യേശു സുവിശേഷമായി എന്താ പറഞ്ഞത്. കാലം തികഞ്ഞു, ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ രാജത്വം, ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ നല്ല വിശേഷത്തിൽ, സുവിശേഷത്തിൽ നീ വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ ഇതാ നിന്റെ പിതാവ് രാജത്വം നിനക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ യേശു പറഞ്ഞത്. ആണോ? അത് ഏത് യേശുവാ? ബൈബിളിലെ യേശു, ഒറിജിനൽ യേശു. ഇന്നത്തെ യേശു എന്താ പറയണേ? ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു എന്നാ പറയണേ? അതാണോ പറയണേ? യേശു അതാണെങ്കിൽ എന്ത് തന്നെ പറഞ്ഞേനെ? അത് തന്നെ പറഞ്ഞേനെ. യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്, അന്നും ഇന്നും നാളെയും മാറാത്തവൻ. മാലാക്കി 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. ഹെബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു എന്നാ പറയണേ? അതാണോ പറയണേ? യേശു അതാണെങ്കിൽ എന്ത് തന്നെ പറഞ്ഞേനെ? അത് തന്നെ പറഞ്ഞേനെ. യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്, അന്നും ഇന്നും നാളെയും മാറാത്തവൻ. സുവിശേഷം മാറത്തില്ല, അത് തന്നെ പറഞ്ഞേനെ. എന്നാൽ ഇന്ന് സുവിശേഷം മാറിക്കിടക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, യേശു മാറിപ്പോയി. യേശു മാറിപ്പോയി. യേശുവിന്റെ പേരേ ഉള്ളൂ, യേശു മാറിപ്പോയി.